ഹലോ ഗൈസ്, ഞാൻ കുറച്ച് നാളായി വീഡിയോസ് ഒന്നും ഇടുന്നില്ലായിരുന്നു, കുറച്ച് ബിസി ആയിരുന്നു. സോ അതുകൊണ്ടാണ്. ഇതിപ്പം എൻ്റെ ഗാലക്സി S24 ആണ്, എക്സിനോസ് വേർഷൻ വരുന്നത്, 256 GB. ഇത് ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു വർഷമായി. സോ ഈ ഒരു വർഷത്തിന് കൊണ്ട് എൻ്റെ യൂസേജിൽ ഇതിൻ്റെ എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട്, എൻ്റെ അഭിപ്രായത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ, ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് വരുന്നത്, ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റായിട്ട് ഞാൻ ഇതിൻ്റെ ബാറ്ററി ലൈഫിനെ കുറിച്ച് പറയാം. ഈ ഒരു വർഷത്തെ ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വർഷം കൊണ്ടിട്ട് ബാറ്ററി എത്രത്തോളം ലാസ്റ്റ് ചെയ്തു എന്നുള്ളത് പറയുമ്പം ഫസ്റ്റ് ഞാനിപ്പോൾ 80% ആക്ച്വലി ഞാൻ ലിമിറ്റ് ചെയ്താണ് ഇട്ടേക്കുന്നത്. ഇപ്പം 79% കിടക്കുന്നത്. അതായത് ഞാൻ ഫുൾ ചാർജ് ചെയ്യാറില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പത്തെ വീഡിയോസിലും. ലിഥിയം അയൺ ബാറ്ററിൻ്റെ ലൈഫ് മാക്സിമം ലാസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എപ്പോഴും 100% ആക്കാൻ പാടില്ല. അതുപോലെ എപ്പോഴും ബിലോ 20% അല്ലെങ്കിൽ ബിലോ 15% കൊണ്ടുപോകാനും പാടില്ല. എപ്പോഴും ആ ഒരു മിഡിൽ റേഞ്ചിൽ നിർത്തിയേക്കുക. ഞാൻ 20 to 80% ചാർജ് ചെയ്യുന്നത്. സോ എന്തെങ്കിലും ആവശ്യം എനിക്ക് രാവിലെ പോയിട്ട് രാത്രി വരെ എനിക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ രാവിലെ ഫുൾ ചാർജ് 100% ആക്കിയിട്ട് പോവും. അങ്ങനെ ചെയ്തിട്ട് പോകുമ്പം എനിക്ക് ആക്ച്വലി 1 day ഫുള്ള് ചാർജ് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം ബാറ്ററിയുടെ അത് കാണിക്കാനാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ബാറ്ററി യൂസേജ് ഇതിൽ കാണാം. ഇതിപ്പം ഇന്നത്തെ യൂസേജ് അധികം ആയിട്ടില്ല. 57% ബാറ്ററി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ബാറ്ററിയുടെ യൂസേജ് 2.5 hours എനിക്ക് ഏകദേശം സ്ക്രീൻ ഓൺ ടൈം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലത്തതാണെങ്കിൽ 97% ഞാൻ ബാറ്ററി യൂസ്ഡ് ആണ്. അതായത് ഇപ്പോൾ 80% ലിമിറ്റ് ചെയ്തിരുന്നാലും ഞാൻ രണ്ടാമതൊരിക്കൽ കൂടെ ചാർജ് ചെയ്യും. അതായത് 80 വരെ ആയിട്ട് 20 അടുപ്പിച്ചാകുമ്പോഴത്തേക്ക് ചിലപ്പോൾ കുറച്ചുകൂടെ ചാർജ് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കുള്ളതാണ് ഈ 97% ബാറ്ററി. ടോട്ടൽ ബാറ്ററിയുടെ 97% ആണ് യൂസ്ഡ്. അപ്പോൾ അത് എന്നിട്ട് എനിക്ക് 4 hours 43 minutes കിട്ടി. അതിൽ BGMI ഗെയിം കളിച്ചിട്ടുണ്ട്. കുറച്ച് നേരം യൂട്യൂബ്, വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം, ബേസിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. സോ ബേസിക് യൂസേജേ ഉള്ളൂ. പിന്നെ BGMI കളിക്കാൻ ഒരിക്കലും ഞാൻ ഈ ഇതുപോലെ ഒരു ചെറിയ ഡിസ്പ്ലേ ഉള്ള ഡിവൈസ് ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. കാരണം ഗെയിമിങ്ങിന് കുറച്ച് പാടാണ്. അത് ഹീറ്റിങ്ങിൻ്റെയോ പെർഫോമൻസിൻ്റെയോ ഇഷ്യൂസിനേക്കാൾ ഉപരി വരുന്നത് മെയിനായിട്ടും കൺട്രോൾസ് നമുക്ക് ടച്ച് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. കാരണം സ്ക്രീന് ചെറുതായതുകൊണ്ട് നമുക്ക് മൾട്ടിപ്പിൾ കൺട്രോൾസിലോത്തിട്ട് വിരൽ ഇങ്ങനെ ടച്ച് ചെയ്യുക എന്നുള്ളത് പാടാണ്. കൺട്രോൾസ് നമ്മളെല്ലാം ചെറുതാക്കി ഇടണം. അപ്പം വിസിബിലിറ്റി കുറച്ച് കുറയും. അങ്ങനെയൊക്കെ ഉള്ള ഇഷ്യൂസ് ഉണ്ട്. സോ BGMI കളിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ഇതേപോലെ ഒരു ചെറിയ ഡിവൈസ് സജസ്റ്റ് ചെയ്യില്ല. അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ പ്ലസ് വേർഷനെങ്കിലും എടുക്കണം. ഓക്കെ, പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം പറഞ്ഞാൽ BGMI ആക്ച്വലി 120 FPS സപ്പോർട്ട് വന്നിട്ടുണ്ട്. സോ സ്മൂത്തിനകത്ത് എക്സ്ട്രീം പ്ലസ് എന്നും പറഞ്ഞ് നമുക്ക് ഒരു ഓപ്ഷൻ ഇപ്പം വന്നിട്ടുണ്ട്. സോ നമുക്കത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 120 ഫ്രെയിം റേറ്റ്സ് കിട്ടുന്നുണ്ട്. ഫ്രെയിം ഡ്രോപ്പ് ആയിട്ടൊന്നും എനിക്കങ്ങനെ ഫീൽ ആയിട്ടില്ല. പിന്നെ ബാറ്ററി ഞാൻ മുമ്പത്തെ റിവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെ ഗെയിം BGMI കളിക്കുമ്പം നമുക്കൊരു 42, 43, 44 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ വരും. അതും നമ്മൾ മെയിൻ ഹെവി ഗ്രാഫിക്സ് വരുന്ന ഏരിയയിൽ എത്തുമ്പോൾ മാത്രമുള്ളൊരു സംഭവമാണ്. അത് കഴിയുമ്പോൾ അത് ജസ്റ്റ് കുറയുകയും ചെയ്യും. അതായത് നമ്മളിപ്പോൾ ലോബിയിലോട്ട് തിരിച്ച് വരുന്നു, ആ ടൈം കൊണ്ട് തന്നെ അത് കുറച്ചൊരു 3-4 ഡിഗ്രി സെൽഷ്യസ് താഴോട്ട് കുറയുകയും ചെയ്യും. സോ അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ആകെ സ്ക്രീൻ സൈസ് ചെറുതായതുകൊണ്ട് കളിക്കുന്നത് പാടാണ്. അപ്പോൾ അതിൻ്റെ മാത്രമേ ഉള്ളൂ. പിന്നെ 8-ാം തീയതി എനിക്ക് 105% ബാറ്ററി യൂസേജ് ഉണ്ടായിരുന്നു. സ്ക്രീൻ ഓൺ ടൈം വന്നത് 4 hours 5 minutes ആണ്. യൂട്യൂബ്, ലൈറ്റ് റൂം കുറച്ച് യൂസ് ചെയ്തു. അപ്പോൾ അത് കുറച്ച് ബാറ്ററി എക്സ്ട്രാ ഡ്രെയിൻ വരും, അതിൻ്റെത് വരും. പിന്നെ 7-ാം തീയതി ആക്ച്വലി കുറച്ച് കൂടുതൽ യൂസ് ചെയ്തു. ഇതും 100% ചാർജ് ചെയ്തതുകൊണ്ടല്ല, 80% വരെ ലിമിറ്റ് ചെയ്തിട്ട് ചിലപ്പം വീണ്ടും നമ്മൾ റീചാർജ് ചെയ്യുമല്ലോ, അങ്ങനത്തെ ഒരു ഇതിലാണ്. അതിൽ 5 hours. അപ്പോൾ ഏകദേശം എങ്ങനെയാണെന്ന് ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ 100% ബാറ്ററി യൂസേജ് വരുമ്പം ആ ഒരു ടൈമിൽ നമുക്ക് എങ്ങനെയായിരുന്നാലും ഒരു ആവറേജ് 5 hours സ്ക്രീൻ ഓൺ ടൈം നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇത് 1 year കഴിഞ്ഞിട്ടുള്ള പെർഫോമൻസാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇപ്പോഴും ഏകദേശം 100% അടുപ്പിച്ച് ബാറ്ററി ഉള്ളപ്പം ഇത്രയും കിട്ടും. 81% യൂസ് ചെയ്തിട്ടുള്ളൂ. 2.5 hours സ്ക്രീൻ ഓൺ ടൈം ഉണ്ടായിരുന്നു. സോ അങ്ങനെയാണ് എൻ്റെ ഒരു ബാറ്ററി യൂസേജ് വരുന്നത്. അപ്പോൾ ബാറ്ററിയിൽ കുഴപ്പമില്ല. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഇതുവരെ പ്രശ്നമൊന്നുമില്ല. ഷട്ടറും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല. സ്മൂത്താണ്, പണ്ടത്തെ എക്സിനോസ് പോലെയല്ല. അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മുമ്പത്തെ എക്സിനോസ് വരുന്ന S21 പോലും അവർ ഈ One UI 6.0 അപ്ഡേറ്റ് വന്നതിന് ശേഷം അത് നല്ല സ്മൂത്ത് ആയിരുന്നു. ഓക്കെ, അപ്പം ഈ 1 yearന് ശേഷവും എനിക്ക് ഇതിന് വേറെ ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. ഇനി അടുത്ത S25 സീരീസ് ഇപ്പോൾ വരാൻ പോവുകയാണ്. ഞാൻ അപ്ഗ്രേഡ് ചെയ്യും എന്ന് പറയുന്നില്ല. ചിലപ്പോൾ ചെയ്യും, ചിലപ്പോൾ ചെയ്യില്ല. മാക്സിമം ഒരു 2 വർഷമെങ്കിലും വെച്ചേക്കണം എന്നുള്ളതാണ് ആഗ്രഹം. പിന്നെ അതിൻ്റെ പുതിയ 808 ചിപ്സെറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 808ൻ്റെ പെർഫോമൻസ് ഭയങ്കരമാണ്. അപ്പം ബേസിക്കായിട്ട് ഇത്രയേ ഉള്ളൂ. എനിക്കിപ്പം ഈ ഒരു 1 year കൊണ്ടിട്ട് എനിക്ക് എക്സിനോസ് ഞാൻ വെറുക്കുകയോ ഈ ഫോൺ ഞാൻ വെറുക്കുകയോ ചെയ്തിട്ടില്ല. എനിക്കിപ്പോഴും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഫോൺ സ്ലീക്കാണ്. പിന്നെ ഡ്യൂറബിലിറ്റി കാര്യം പറയുകയാണെങ്കിൽ ഞാൻ സ്ക്രീൻ ഗാർഡ് മാത്രമേ ഒട്ടിച്ചിട്ടുള്ളൂ. ഇത് ഈ ഗ്ലാസ് സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചിട്ട് ഈ പോക്കറ്റിലിടാൻ നേരത്ത് അതിൻ്റെ ഒരു
നൂലോ അതിൻ്റെ പോക്കറ്റിൻ്റെ ആ ഒരു എഡ്ജ് കയറി ഒരിഞ്ഞിട്ട് സ്ക്രീൻ ഗാർഡ് സൈഡിലുള്ള ഇരിക്കണേ. പിന്നെ ഡ്യൂറബിലിറ്റി വേറെ ഒന്നും പറ്റില്ല, മുമ്പത്തെ വീഡിയോയിൽ കാണിച്ച അതേ ഇത് തന്നെ, സെയിം സ്ഥലത്ത് തന്നെയാണ് സ്കഫ് വന്നിട്ടുണ്ട് താഴെ വീണത്. ഒരെണ്ണം ഇത് റോഡിൽ വീണപ്പോൾ സംഭവിച്ചതാണ്. വേറെ ഗ്ലാസ് പൊട്ടയോ സ്ക്രാച്ചസോ ഒന്നും വന്നിട്ടില്ല. ബാക്കിൽ ഞാൻ ഒന്നും ഇട്ടിട്ടില്ല, സ്ക്രീൻ ഗാർഡോ അങ്ങനെ സ്കിന്നോ ഒന്നും ഇട്ടിട്ടില്ല, ഒരു സ്ക്രാച്ച് പോലും വന്നിട്ടില്ല. ആക്ച്വലി എനിക്ക് ഈ ഒരു മെറ്റീരിയൽ നല്ല ഇഷ്ടപ്പെട്ടത്. ഗ്ലാസ് ആണെങ്കിലും ഒരു ഫ്രോസ്റ്റഡ് ഗ്ലാസ് ആയതുകൊണ്ട് ടച്ച് ചെയ്യാനും നല്ല സുഖമുണ്ട്, സ്മൂത്താണ്. ഓക്കെ, അങ്ങനെ ഓവറോൾ എനിക്ക് ഈ ഒരു ഡിവൈസ് എനിക്ക് നല്ല സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ള സാംസങ് ഡിവൈസസിൽ വെച്ചിട്ട് ഏറ്റവും ഒരു ബെസ്റ്റ് ഡിവൈസ് തന്നെയാണ് എനിക്ക് S24 ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. ക്യാമറയുടെ കാര്യത്തിലും വേറെ ഒന്നും പറയാനില്ല, ഞാൻ ഓൾറെഡി ക്യാമറ റിവ്യൂസ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിനും വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാൻ കൂടുതൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഞാനിപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് അത് ഞാൻ കാണിച്ചിട്ട് കാര്യമില്ല. ഇതിൽ ഫുൾ ഫോൺ മാത്രമല്ല, അതിൽ വേറെയും ക്യാമറയിൽ എടുക്കുന്നതും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഓരോ ഷോർട്ടായിട്ട് എനിക്ക് പറയാനുള്ള ഒരു ചെറിയ ഒരു വീഡിയോ. അതായത് മെയിനായിട്ട് ബാറ്ററി പെർഫോമൻസിനും ഒരു പ്രശ്നവും വന്നിട്ടില്ല, വേറെ ഒരു ഇഷ്യൂസും എനിക്ക് ഇതിൽ വന്നിട്ടില്ല. സോഫ്റ്റ്വെയർ ഗ്ലിച്ചസോ സോഫ്റ്റ്വെയറിൻ്റെ ഇഷ്യൂസോ അങ്ങനെയൊന്നും സൈഡിൽ വന്നിട്ടില്ല. പിന്നെ ആകെ വന്നിട്ടുണ്ട്, അത് ഞാൻ എടുത്ത് പറയാം, അത് ഇപ്പോഴൊന്നുമല്ല, ഒരു 3 മാസം മുന്നേ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് മെയിനായിട്ട് സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ്. പക്ഷേ ആ അപ്ഡേറ്റ് വന്നപ്പം ഒരു 2 ദിവസത്തേക്ക്, കറക്റ്റ് 2 ദിവസത്തേക്ക് എനിക്ക് ഏകദേശം സൊമാറ്റോ, സ്വിഗ്ഗി, പ്ലേ സ്റ്റോർ, അങ്ങനെ ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഒത്തിരി സ്റ്റക്കും ഉണ്ടായിരുന്നു, ഭയങ്കര ഹീറ്റിംഗ് ഉണ്ടായിരുന്നു, ലാഗായിരുന്നു, സ്ക്രോൾ ചെയ്യാനൊക്കെ ഭയങ്കര പാടായിരുന്നു. പക്ഷെ അതിന് ആ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ഈ ആപ്പിൻ്റെ തന്നെ ഒരു അപ്ഡേറ്റ് വന്നു. സാംസങ്ങിൻ്റെ അപ്ഡേറ്റ് അല്ല, ഇപ്പോൾ അത് സ്മൂത്ത് ആയിട്ടുണ്ട്. ഇതിപ്പോഴല്ല, 2 മാസം മുന്നത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അന്ന് അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ആ ഇഷ്യൂസ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ആക്ച്വലി ആപ്പ് അപ്ഡേറ്റ് വന്നപ്പോൾ അത് ശരിയായി. അത് ആപ്പിൻ്റെ സൈഡിൽ നിന്നുള്ള സംഭവമാണ്. നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒരെണ്ണം വരും, അല്ലാതെ ആപ്പിന് ഒരു അപ്ഡേറ്റ് ഉണ്ട്. അപ്പോൾ ആപ്പിൻ്റെ അപ്ഡേറ്റ് വരണം. അങ്ങനെ മൾട്ടിപ്പിൾ സാധനങ്ങൾ എല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കറക്റ്റായിട്ട് വെച്ചേക്കുമ്പോഴത്തേക്ക് ശരിയായി, വേറെ പ്രശ്നമൊന്നും വന്നിട്ടില്ല. അതിനുശേഷം വേറെ എനിക്ക് ഇഷ്യൂസ് ഒന്നും അങ്ങനെ ഇല്ല. ഓക്കെ ഗൈസ്, അപ്പം ഇനി ഒരു വീഡിയോ ഞാൻ മാക്സിമം അടുത്ത് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ അധികം കണ്ടൻറ്റുകൾ ഞാൻ സമയം കിട്ടിയിട്ടില്ല. ഈ 2 മാസം കുറച്ച് ബിസി ആയിട്ടുള്ളൊരു മാസമായിരുന്നു, വെഡ്ഡിങ് സീസണൊക്കെ ആയതുകൊണ്ട് കുറച്ച് തിരക്കായിരുന്നു. അപ്പോൾ ഓക്കെ ഗൈസ്, മാക്സിമം അടുത്ത വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നു. ഓക്കെ, ബൈ.